ചക്കുപള്ളത്ത് നിന്നും വിനോദസഞ്ചാര കേന്ദ്രമായ ഒട്ടകത്തലമേട്ടിലേക്കുള്ള റോഡ് തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായി മാറിയിട്ട് കാലങ്ങളേറെയായി. സമീപത്തെ മറ്റു റോഡുകളുടെ എല്ലാം അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോഴും ഏറെ പ്രാധാന്യമുള്ള ഈ പാത ഇപ്പോഴും ഓഫ് റോഡിനേക്കാൾ മോശമായ അവസ്ഥയിലാണ്. ത്രിതല പഞ്ചായത്തുകൾ അടിയന്തരമായി റോഡിന്റെ കാര്യത്തിൽ ഇടപെടണം എന്ന ആവശ്യവും ശക്തമാണ്. ചക്കുപള്ളം 6-ാം മൈലിൽ നിന്നും ഒട്ടകത്തലമേട്ടിലേക്കും അവിടെ നിന്ന് കുമളിയിലേക്കും എത്താനുള്ള പ്രധാന റോഡാണ് അധികൃതരുടെ അവഗണന മൂലം പൂർണ്ണമായും തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ടാറിംഗ് പല ഭാഗങ്ങളിലും പൂർണ്ണമായും തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കുമളിയിൽ നിന്നും ഒട്ടകത്തലമേട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ അവിടെ നിന്നും ചെല്ലാർകോവിൽ, അരുവിക്കുഴി എന്നിവിടങ്ങളിലേക്ക് കടന്നു പോകുന്നതും ഈ വഴിയാണ്. ത്രിതല പഞ്ചായത്തുകൾ അടിയന്തരമായി ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 6-ാം മൈൽ ഒട്ടകത്തല റോഡ് വളരെ വർഷങ്ങളായിട്ട് റോഡ് വളരെ മോശമായിട്ട് കിടക്കുന്നതാണ്. ഇവിടെ ഒരു ആശ്രമമുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങളുണ്ട്. അങ്ങോട്ടെല്ലാം പോകുന്നതായിട്ട് ടൂറിസ്റ്റുകൾക്ക് വളരെ മോശമായി കിടക്കുന്ന ഒരു വഴിയാണ്. ഈ വഴിയൊന്ന് മറ്റു റോഡുകളൊക്കെ വഴി പണിത് വരുന്നുണ്ട്. അത് കൂടെ ഈ റോഡും കൂടി ഒന്ന് സെറ്റപ്പ് പണിത് മാറണമെന്ന് അപേക്ഷിക്കുന്നു. ഒട്ടകത്തലമേട് ടൂറിസം കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതി പൂർണ്ണമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേരും. എന്നാൽ റോഡിന്റെ ദുരവസ്ഥ മൂലം ജീപ്പ് ഒഴികെയുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇതുവഴി കടന്നുവരാൻ തയ്യാറാകാത്തത് ഇവിടുത്തെ ടൂറിസം വികസനത്തിന് തടസ്സമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. കൂടാതെ ശ്രീനാരായണ ധർമാശ്രമത്തിലേക്കും എത്തുന്ന ആളുകൾക്കും ഈ വഴി മാത്രമാണ് ആശ്രയം. സ്കൂൾ വാഹനങ്ങൾ അടക്കം ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി ഏറെ ക്ലേശിച്ചാണ് കടന്നുപോകുന്നത്. പഞ്ചായത്തിലെ മറ്റു റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും ഈ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ത്രിതല പഞ്ചായത്തുകളുടെ അടുത്ത പദ്ധതി വിഹിതത്തിലെങ്കിലും റോഡ് ഉൾപ്പെടുത്തി ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അണക്കര.